നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം. ഇത്തവണത്തെ ഓണക്കാലത്ത് ചെറുകിട ഏലം കർഷകർക്കും വ്യാപാരികൾക്ക് സമ്മാനിക്കുന്നത് വറുതിയുടെ ഓണം. കഞ്ചാവുമായി യുവാവ് കുമളി പോലീസിന്റെ പിടിയിൽ. കുമളി അട്ടപ്പള്ളം പഞ്ചവടി വെയിറ്റിംഗ് ഷെഡ് ഭാഗത്ത് കടയനാട്ട് വീട്ടിൽ ജസ്റ്റിൻ ജോസഫിനെയാണ് കുമളി പോലീസ് പിടികൂടിയത്. തൂക്കുപാലത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് പിന്നിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി ഒരാൾക്ക് പരിക്ക്. കൃഷി ഓഫീസറെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 9 മാസമായി കൃഷി ഓഫീസർ ഇല്ലാത്ത ഉപ്പുതറ കൃഷിഭവനിൽ കൃഷി ഓഫീസറെ നിയമിക്കണമെന്ന ആവശ്യം ശക്തം. വിശദമായ വാർത്തകളിലേക്ക്. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം. ഇത്തവണ ഓണക്കാലത്ത് ചെറുകിട ഏലം കർഷകർക്കും വ്യാപാരികൾക്കും സമ്മാനിക്കുന്നത് വറുതിയുടെ ഓണം. ജൂൺ ജൂലൈ മാസങ്ങളിലുണ്ടായ മഴക്കുറവാണ് ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഏലക്കായ്ക്ക് മികച്ച വില ലഭിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കാത്തതാണ് ഈ ഓണക്കാലത്തെ കാഴ്ച. ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും മലയോര മേഖലയിൽ മൺസൂൺ മഴ ഗണ്യമായി കുറയുന്നത് ഏലം കാർഷിക മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം വിവിധ രീതിയിലുള്ള രോഗങ്ങൾക്കും വഴിയൊരുക്കുന്നു. ഇത് കൃഷിയെയും ഉൽപാദനത്തിനെയും പ്രതികൂലമായി ബാധിക്കുന്നതും പ്രതിരോധിക്കുവാൻ തുടർച്ചയായി കീടനാശിനി പ്രയോഗം നടത്തേണ്ടി വരുന്നതും കർഷകർക്ക് വലിയ സാമ്പത്തിക ചെലവിന് കാരണമാകുന്നുണ്ടെന്നതാണ് കർഷകർ പറയുന്നത്. ഏലത്തിന് മികച്ച വില ലഭിക്കുന്നുണ്ടെങ്കിലും ഈ ഓണക്കാലത്തും ചെറുകിട കർഷകർക്ക് കാര്യമായ പ്രയോജനം ലഭിക്കുന്നില്ല. ഹൈറേഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാണ്യവിളയായ ഏലത്തിന് ഉയർന്ന വില കിട്ടുന്നുണ്ടെങ്കിലും ഏലം കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനം ഏലത്തിൻ്റെ വിളവെടുപ്പ് സീസണെ 3 മാസത്തോളം മാറ്റിവിട്ടിരിക്കുക. ജൂൺ മാസം തുടങ്ങേണ്ടുന്ന സീസണ് ഇപ്പോൾ ആഗസ്റ്റ് അവസാനമായാലും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. മാത്രവുമല്ല, ഈ കാലാവസ്ഥയിൽ നല്ല ഫ്ലവറിംഗ് ഉണ്ടായെങ്കിലും പിന്നീട് വരുന്ന ചൂട് കൂടുന്നത് കൊണ്ട് വീണ്ടും കാ പിടിക്കുന്നത് താമസം ഉണ്ടാക്കുന്നു. അത് വിളവെടുപ്പിൻ്റെ എണ്ണം കുറയ്ക്കുന്നു. വലിയ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് ഈ ഓണം വരുമ്പോഴത്തേക്കും കർഷകരും ചെറുകിട കർഷകരും ഒപ്പം ഈ ചെറുകിട വ്യാപാരികളും ഒക്കെ ഈ ഓണക്കാലത്ത് ഒരു ബിസിനസ്സൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷെ വളരെ ഒരു വറുതിയിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത്. സ്പൈസസ് ബോർഡ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. കഞ്ചാവുമായി യുവാവ് കുമളി പോലീസിന്റെ പിടിയിൽ. കുമളി അട്ടപ്പള്ളം പഞ്ചവടി വെയിറ്റിംഗ് ഷെഡ് ഭാഗത്ത് കടയനാട്ട് വീട്ടിൽ ജസ്റ്റിൻ ജോസഫിനെയാണ് കുമളി പോലീസ് പിടികൂടിയത്. സംസ്ഥാനത്ത് ലഹരിമരുന്ന് ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കുമളി അട്ടപ്പള്ളം ഭാഗത്ത് കുമളി പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് പ്രതിയുടെ വീട്ടിൽ നിന്നും 4.33 ഗ്രാം കഞ്ചാവുമായി പ്രതി പിടിയിലായത്. സബ് ഇൻസ്പെക്ടർ കിഷോർ സണ്ണി ഡിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തൂക്കുപാലത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് പിന്നിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി ഒരാൾക്ക് പരിക്ക്. തൊവാളപ്പടി സ്വദേശിയായ ബൈക്ക് ഓടിച്ചിരുന്ന യുവാവിനാണ് പരിക്കേറ്റത്. രാവിലെ 10:15 സംഭവം. പാമ്പുമുക്ക് ഭാഗത്തു നിന്നും എത്തുകയായിരുന്നു ബൈക്ക്. മാർക്കറ്റ് ജംഗ്ഷന് മുന്നിൽ വെച്ച് കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബൈക്കിലുണ്ടായിരുന്ന യുവാവ് ടാറിംഗ് റോഡിലേക്ക് തെറിച്ചു വീണാണ് അപകടമുണ്ടായത്. യുവാവിനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കാറിന്റെ പിൻഭാഗം തകർന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മേഖലയിൽ ഇരുചക്ര വാഹനങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. 2 മാസം മുമ്പാണ് നിർത്തിയിട്ടിരുന്ന കാറിന് പിന്നിലേക്ക് ഇരുചക്ര വാഹനം ഇടിച്ചു കയറി ഒരാൾക്ക് പരിക്കേറ്റത്. കഴിഞ്ഞ 1 വർഷത്തിനിടയ്ക്ക് നിരവധി ഇരുചക്ര വാഹന അപകടങ്ങളാണ് മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇരുചക്ര വാഹനങ്ങൾ ഉപേക്ഷിക്കുന്ന സംഭവങ്ങളും മേഖലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിറ്റി വിഷൻ നെടുങ്കണ്ടം. കൃഷി ഓഫീസറെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 9 മാസമായി കൃഷി ഓഫീസർ ഇല്ലാത്ത ഉപ്പുതറ കൃഷിഭവനിൽ കൃഷി ഓഫീസറെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആദ്യകാല കുടിയേറ്റ ഗ്രാമവും ഭൂരിഭാഗവും കർഷകർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലവുമാണ് ഉപ്പുതറ. 18 വാർഡുകളുള്ള പഞ്ചായത്തിൽ കൃഷി ആവശ്യങ്ങൾക്കുള്ള പദ്ധതി നിർവഹണം പോലും കൃഷി ഓഫീസർ ഇല്ലാത്തതുമൂലം തടസ്സപ്പെടുന്നു. ആദ്യകാല കുടിയേറ്റ ഗ്രാമവും ഭൂരിഭാഗവും കർഷകർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലവുമാണ് ഉപ്പുതറ. 18 വാർഡുകളുള്ള പഞ്ചായത്തിൽ ആദ്യകാല കുടിയേറ്റ ഗ്രാമവും ഭൂരിഭാഗവും കർഷകർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലവുമാണ് ഉപ്പുതറ. 18 വാർഡുകളുള്ള പഞ്ചായത്തിൽ കൃഷി ആവശ്യങ്ങൾക്കുള്ള പദ്ധതി നിർവഹണം പോലും കൃഷി ഓഫീസർ ഇല്ലാത്തതുമൂലം തടസ്സപ്പെടുന്നു.
ഉപ്പുതറയിലെ കൃഷി ഓഫീസർക്ക് തൊടുപുഴയ്ക്ക് സ്ഥലമാറ്റം ലഭിച്ചപ്പോൾ മുതലാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. അയ്യപ്പൻകോവിൽ കൃഷി ഓഫീസർക്ക് ചാർജ് നൽകിയിരുന്നപ്പോൾ തടസ്സങ്ങളില്ലായിരുന്നു. ഇരട്ടയാർ ചക്കുവള്ളം കൃഷി ഓഫീസർമാർക്ക് ചാർജ് നൽകിയപ്പോൾ കൃഷി ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റാൻ തുടങ്ങി. 2 ഫീൽഡ് അസിസ്റ്റന്റ്മാർ ആത്മാർത്ഥ സേവനം ചെയ്യുന്നുണ്ടെങ്കിലും കൃഷി ഓഫീസറുടെ അഭാവം കർഷകരെ ദുരിതത്തിലാക്കുന്നു. മറ്റ് ചക്കുവള്ളം പോലുള്ള കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥരെ ഇവിടെ ചാർജ് കൊടുത്താണ് ഇപ്പം ഈ കൃഷി ഓഫീസിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. കാരണം നിലവിലുള്ള 2 ഫീൽഡ് ഓഫീസർമാർ അവർ നല്ല സത്യസന്ധരായ ജോലിക്കാർ, അവർ ആ ഫീൽഡിൽ പോകുന്നത് മൂലം ഫീൽഡിലെ എല്ലാ പരിപാടികൾക്കും അവർ പോകുന്നുണ്ട്. കൃഷിനാശം നടക്കുന്ന സ്ഥലത്തെല്ലാം പോയി സന്ദർശനവും ആ വിളകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ പോകുന്നത് കൊണ്ട് കൃഷി ഓഫീസിൻ്റെ പ്രവർത്തനം താളം തെറ്റുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി എത്രയും പെട്ടെന്ന് തന്നെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ബാങ്ക് ആവശ്യങ്ങൾക്കും ഗസറ്റഡ് ഓഫീസറുടെ അറ്റസ്റ്റേഷൻ ആവശ്യമായി വരുന്നത് ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അടിയന്തരമായി ഉപ്പുതറയിൽ കൃഷി ഓഫീസറെ നിയമിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. സിറ്റി വിഷൻ, ഉപ്പുതറ. സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ കട്ടപ്പന ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ശ്രീ റെജി എം കുന്നിപ്പറമ്പൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവറുകളിൽ നിന്ന് ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന സ്വാതന്ത്ര്യദിന പരേഡിലാണ് മുഖ്യമന്ത്രി മെഡൽ സമ്മാനിച്ചത്. കോട്ടയം കറുകച്ചാൽ സ്വദേശിയായ റെജി എം കുന്നിപ്പറമ്പൻ 2003 സബ് ഇൻസ്പെക്ടറായി കേരള പോലീസ് സേനയുടെ ഭാഗമായി. CBIയിൽ പോലീസ് ഇൻസ്പെക്ടറായി ഡെപ്യൂട്ടേഷനിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഗുഡ് സർവീസ് എൻട്രികളും പ്രശംസാപത്രങ്ങളും അടക്കം 130ഓളം റിവാർഡുകളും നേടിയിട്ടുണ്ട്. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും ഗ്രീൻ കെയർ കേരള ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ കെ ബുൾബേന്ദ്രന് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിന്റെ ആദരം. പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം ജൈവ രീതിയിലുള്ള സമ്മിശ്ര കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് കർഷക ദിനത്തോടനുബന്ധിച്ച് ബുൾബേന്ദ്രനെ ആദരിച്ചത്. വരും തലമുറയ്ക്ക് മണ്ണിൽ ജീവിക്കുവാൻ പരിസ്ഥിതിയുടെ സംരക്ഷണം ഏറ്റെടുത്ത് അതിനായി ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണ് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ കെ ബുൾബേന്ദ്രൻ. ഇതോടൊപ്പമാണ് സമ്മിശ്ര കൃഷിയും ബുൾബേന്ദ്രൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജൈവ രീതിയിലുള്ള സമ്മിശ്ര കൃഷിയിലൂടെ മികച്ച വരുമാനവും പരിസ്ഥിതി സംരക്ഷണവും ഒരുപോലെ കൊണ്ടുപോകുവാൻ കഴിയുമെന്ന സന്ദേശമാണ് ബുൾബേന്ദ്രൻ തന്റെ കൃഷിയിലൂടെ സമൂഹത്തിന് പകർന്നു നൽകുന്നത്. ഈ മികച്ച പ്രവർത്തനത്തിനാണ് ബുൾബേന്ദ്രനെ വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് കർഷക ദിനത്തോടനുബന്ധിച്ച് പഞ്ചായത്തിലെ മികച്ച കർഷകനായി തിരഞ്ഞെടുക്കുകയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് തോമസിന്റെ നേതൃത്വത്തിൽ ആദരിക്കുകയും ചെയ്തത്. 30 വർഷത്തിലധികമായി വിവിധ ഇനം വിളകളും ഫലവൃക്ഷം അങ്ങനെ എല്ലാ വിളകളും കൃഷി ചെയ്തു വരുന്നു. അദ്ദേഹത്തിന് ക്യാഷ് അവാർഡ്, ഫലകം, പൊന്നാട. പരിസ്ഥിതിക്കും കൃഷിക്കും വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള ബുൾബേന്ദ്രന്റെ പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര അവാർഡ്, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ജൈവ വൈവിധ്യ അവാർഡ്, പരിസ്ഥിതി മിത്ര അവാർഡ്, ഇങ്ങനെ നീളുന്നു അംഗീകാരങ്ങളുടെ ലിസ്റ്റ്. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മീഡിയ അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികൾ വ്ലോഗ് ഓണം 2K26 എന്ന പേരിൽ കട്ടപ്പന RMS സ്പേസസിൽ നടന്നു. പ്രശസ്ത സിനിമാ താരം ജയാക്കുറുപ്പ് ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിലെ പ്രമുഖ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെയും ബ്ലോഗർമാരുടെയും ആദ്യ രജിസ്റ്റേർഡ് സംഘടനയായ ഇടുക്കി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മീഡിയ അസോസിയേഷൻ ICCMA-യുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ വ്ലോഗ് ഓണം 2026 എന്ന പേരിൽ കട്ടപ്പന MR സ്പൈസസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രശസ്ത സിനിമാ താരം ജയാക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം സ്പൈസസിലെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ബിപിൻ മാത്യു. അത് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പറഞ്ഞ മാതിരി ലാൽ സാറിൻ്റെ ഫാമിലിയോടൊപ്പം, ആശീർവാദിൻ്റെ ഫാമിലിയോടൊപ്പം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ലാൽ സാറിൻ്റെ മാത്രമല്ല മമ്മൂക്കയോടൊപ്പം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്. കാരണം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് S. സൂര്യലാൽ അധ്യക്ഷത വഹിച്ചു. RMS സ്പൈസസ് മാനേജിംഗ് ഡയറക്ടർ ബിപിൻ മാത്യു, കട്ടപ്പന കമ്പ്യൂട്ടർ പാർക്ക് മാനേജിംഗ് ഡയറക്ടർ ജോജോ കുമ്പളന്താനം, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ്, ഇടുക്കി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മീഡിയ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സിതോഷ് കെ തോമസ്, രക്ഷാധികാരികളായ ബിൻസി ജെയിംസ്, നിഷാദ് വർഗീസ്, ഭാരവാഹികളായ റിജോയ് അടിമാലി, അലൻസിയ ഷോജൻ, അജീഷ് ജോർജ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സാൻഡാറ്റിൽ റെക്കോർഡ് നേടിയ സനു കെ മോഹന്റെ സാന്ത പ്രകടനവും സാൻഡാറ്റ് പ്രകടനവും നടന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ഒപ്പം ഓണസദ്യയുമുണ്ട്. പരിപാടികൾക്ക് ജിക്കോ വളപ്പിൽ, പ്രമോദ് കട്ടപ്പന, ഗുഡ്സൺ സാബു, ആര്യ വിപിൻ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, കട്ടപ്പന.
രാജകുമാരി നോർത്ത് ലയൺസ് ക്ലബിന്റെ വാർഷികാഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സാമൂഹിക സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. രാജാക്കാട് വൈസ്മെൻ സ്ക്വയറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ലയൺസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോസഫ് കെ മനോജ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. 4 വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നിറവിൽ രാജകുമാരി നോർത്ത് ലയൺസ് ക്ലബിന്റെ വാർഷിക ആഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. രാജാക്കാട് വൈസ്മെൻ സ്ക്വയറിൽ നടന്ന ചടങ്ങ് ലയൺസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജോസഫ് കെ മനോജ് ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഒരു ക്ലബിന്റെയും തുടക്കം. ആദ്യത്തെ 3-4 കൊല്ലം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഒരു ദിവസം ഈ യുവാവ് ജി-ഷോക്ക് വാച്ചുകൾ ലോകം മുഴുവൻ ആരാധിക്കുന്ന ജി-ഷോക്ക് വാച്ച് കണ്ടുപിടിച്ചതുപോലെ ഈ പ്രദേശത്തുള്ളവരും ഈ ഡിസ്ട്രിക്റ്റും ഈ ഇന്റർനാഷണലും എപ്പോഴും നോക്കിക്കാണുന്ന ഒരു ക്ലബ്ബായി ലയൺസ് ക്ലബ് ഓഫ് രാജകുമാരി നോർത്തിന് വളരാനാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലബിന്റെ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായി നൽകുന്ന പഠനോപകരണങ്ങളുടെ വിതരണവും ഡിസ്ട്രിക്ട് നടപ്പിലാക്കുന്ന സേവന പദ്ധതികളുടെ വിതരണവും നടന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സഹായങ്ങളും പൊതുസ്ഥാപനങ്ങൾക്കുള്ള പിന്തുണയും ഉൾപ്പെടെ നിരവധി സേവന പ്രവർത്തനങ്ങളാണ് 4 വർഷത്തിനിടെ ക്ലബ്ബ് നടപ്പിലാക്കിയത്. ചടങ്ങിൽ പുതിയ ഭരണസമിതിയുടെയും ലേഡീസ് ഫോറത്തിന്റെയും സ്ഥാനാരോഹണവും നടന്നു. എൽദോസ് എബ്രഹാം പ്രസിഡന്റും സുനിൽ വാരിക്കാട്ട് സെക്രട്ടറിയും PG രാജേഷ് ട്രഷററും ആയിട്ടുള്ള ഭരണസമിതി ചുമതലയേറ്റു. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടത്തി. വനിതാ ഫോറം പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും യോഗത്തിൽ നടന്നു. വനിതാ ഫോറം ഭാരവാഹികളായി ജിനു ഷിബു, ആതിര, ദീപ എന്നിവർ ചുമതലയേറ്റു. നിലവിലെ ക്ലബ് പ്രസിഡന്റ് MB ശിവന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മെമ്പർഷിപ്പ് കോർഡിനേറ്റർ ആനി മനോജ, സെക്രട്ടറി ട്രെയിനിംഗ് ഷൈനു സുകേഷ്, റീജിയൽ ചെയർപേഴ്സൺ പ്രവീൺ കുമാർ, ബേസിൽ തോലാനിക്കുന്നേൽ, എൽദോ ജോർജ, ഷാജി പോൾ, CN സുരേഷ്, പോൾ ജോസഫ്, ബേബി മാത്യു, VS പൊന്നുണ്ണി, ജെയിംസ് മാത്യു, MS സന്തോഷ് കുമാർ, PB ബേബി തുടങ്ങിയ വിവിധ ക്ലബ്ബുകളിൽ നിന്നുമായി നിരവധി പേർ പങ്കെടുത്തു. വിവിധ സാമൂഹ്യ സേവന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് രാജകുമാരി നോർത്ത് ലയൺസ് ക്ലബിന്റെ പുതിയ ഭരണസമിതി നാടിന്റെ നന്മയ്ക്കുള്ള പ്രവർത്തനങ്ങൾക്ക് വീണ്ടും തുടക്കം കുറിച്ചിരിക്കുകയാണ്. സിറ്റി വിഷൻ, രാജകുമാരി. ഇടവേള. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം, 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗുസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KSEB സബ്സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് 4 നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ
number 1 health provider. Kripa Medical Center. Direct care, diagnosis and treatment. Doctor's Clinic, Doctor's Clinical and Diagnostic Laboratory. And patient-friendly pharmacy. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakot. The number 1 health provider. Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. ഓണം ആഘോഷിക്കുമ്പോൾ ഒരു സഹപാഠിക്ക് സ്വന്തമായി ഒരു വീട് സമ്മാനിച്ച് മാതൃകയായിരിക്കുകയാണ് ഇടുക്കി ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വിവിധ സംഘടനകളും നാട്ടിലെ സുമനസ്സുകളും ഒരുമിച്ചപ്പോൾ പിറന്നത് ഏകദേശം 8 ലക്ഷം രൂപ ചെലവിൽ ഒരു സ്നേഹഭവനം. ഓണത്തിന്റെ യഥാർത്ഥ സന്ദേശമായ പങ്കുവയ്ക്കലിനും കരുതലിനും പുതിയ അർത്ഥം നൽകുകയാണ് ഈ കൂട്ടായ്മ. സഹപാഠിയുടെ വീടെന്ന സ്വപ്നത്തിന് കൈത്താങ്ങായി ഒരു വിദ്യാലയം മുഴുവൻ ഒന്നിച്ചപ്പോൾ ഓണം വെറുമൊരു ആഘോഷമല്ലെന്നും അത് സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും ഉത്സവമാണെന്നും തെളിയിക്കുകയാണ് ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഏകദേശം 8 ലക്ഷം രൂപ സമാഹരിച്ചാണ് ഭവന നിർമ്മാണം പൂർത്തിയാക്കിയത്. മാനേജ്മെന്റിന്റെയും സ്കൂൾ അധികൃതരുടെയും കൃത്യമായ ഇടപെടലും സഹകരണവും നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് നിർണായകമായി. ഓണസമ്മാനമായി ഒരുക്കിയ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് ചുനേമാക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ ജോർജ് തകടിയൽ, KCSL ഡയറക്ടർ ഫാദർ ജിജോ മണ്ണുകുളത്ത്, പ്രിൻസിപ്പൽ അഗസ്റ്റിൻ MA, അസിസ്റ്റന്റ് മാനേജർ ഫാദർ പ്രിൻസ് പുളിയാങ്കൽ, വാർഡ് മെമ്പർ ജിമ്മി ജോർജ്, സ്കൂൾ ഹെഡ്മിസ്റ്റർ റീനാമോൾ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഓണസന്ദേശം പ്രവൃത്തിയിലൂടെ യാഥാർത്ഥ്യമാക്കിയ ഈ സ്നേഹഭവനം വിദ്യാലയത്തിന്റെ കരുതലിന്റെ ഓർമ്മയായി ഇനി ഒരു കുടുംബത്തിന് തണലാകും. സിറ്റി വിഷൻ, ചെമ്മണ്ണാർ. ഓണത്തിന്റെ ആവേശവും കൂട്ടായ്മയുടെ സന്തോഷവും നിറച്ച് ലയൺസ് ക്ലബ്ബ് ഓഫ് ഇടുക്കിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു. തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ ഓണാഘോഷം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ക്ലബ്ബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സജീവ പങ്കാളിത്തവും വൈവിധ്യമാർന്ന പരിപാടികളും കൊണ്ട് ലയൺസ് ക്ലബ്ബ് ഓഫ് ഇടുക്കിയുടെ ഇത്തവണത്തെ ഓണാഘോഷം ശ്രദ്ധേയമായി. പ്രസിഡന്റ് സിബി ജോർജിന്റെ അധ്യക്ഷതയിൽ തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിലാണ് ഓണാഘോഷ പരിപാടികൾ നടന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി കസേരകളി ഉൾപ്പെടെയുള്ള വിവിധ കലാ കായിക മത്സരങ്ങളും വിനോദ പരിപാടികളും സംഘടിപ്പിച്ചു. ആഘോഷങ്ങളിൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആവേശത്തോടെ പങ്കെടുത്തു. ഓണത്തിന്റെ പാരമ്പര്യവും കുടുംബ സൗഹൃദവും ഒത്തുചേർന്ന അന്തരീക്ഷത്തിലായിരുന്നു വിവിധ പരിപാടികൾ അരങ്ങേറിയത്. വിപുലമായ രീതിയിലുള്ള ഓണാഘോഷ പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ഓണാഘോഷ പരിപാടി ഇവിടെ നടത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഓണാഘോഷ പരിപാടികൾ നടത്തി നന്നായി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഈ വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ക്ലബ്ബ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളും ഒരുമിച്ച് ആഘോഷങ്ങളിൽ പങ്കുചേർന്നത് പരിപാടിക്ക് കൂടുതൽ മാറ്റുകൂട്ടി. സെക്രട്ടറി ഷിജോ തടത്തിൽ, ട്രഷറർ ജോസ് കുഴികണ്ടം, ജെയിൻ അഗസ്റ്റിൻ, KM മുരളി, ബാബു ജോസഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിവിധ കലാ കായിക പരിപാടികൾക്ക് ശേഷം എല്ലാവർക്കുമായി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. പരമ്പരാഗത ഓണവിഭവങ്ങൾ ഉൾപ്പെടുത്തിയ സദ്യയോടെയാണ് ലയൺസ് ക്ലബ്ബ് ഓഫ് ഇടുക്കിയുടെ ഓണാഘോഷം 2026 സമാപിച്ചത്. സിറ്റി വിഷൻ, ഇടുക്കി. കർഷക ദിനാഘോഷങ്ങളുടെ ഭാഗമായി കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെയും കാമാക്ഷി കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു. തങ്കമണി പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടികൾ ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെയും കാമാക്ഷി കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കർഷക ദിന പരിപാടികൾ സംഘടിപ്പിച്ചത്.
മികച്ച സമ്മിശ്ര കർഷകൻ, മികച്ച ക്ഷീര കർഷകൻ, മുതിർന്ന കർഷക, മികച്ച സമ്മിശ്ര കർഷക, മികച്ച കർഷക സംരംഭക, മികച്ച യുവ കർഷക, മികച്ച യുവ കർഷകൻ, മികച്ച പട്ടികജാതി കർഷകൻ, മികച്ച വിദ്യാർത്ഥി കർഷകൻ എന്നിവരെയാണ് ആദരിച്ചത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. ഉപ്പുതറ അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും കർഷക ദിനമായി കേരളം ആഘോഷിക്കുകയാണ്. കർഷക ദിനത്തിൽ മികച്ച കർഷകരെ കണ്ടെത്തി ആദരിക്കുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും. കർഷക ദിനത്തിൽ കർഷക സെമിനാറും ബോധവൽക്കരണ ക്ലാസും വിഭവസമൃദ്ധമായ സദ്യയും നൽകാറുണ്ട്. ഈ വർഷവും പതിവ് പോലെയുള്ള പരിപാടികളാണ് പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് ഒരുക്കിയത്. ഉപ്പുതറ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഉപ്പുതറ കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് സിറിയക് തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഒന്നിന് അല്ലെങ്കിൽ കർഷക ദിനത്തിൽ നമുക്ക് പങ്കുവയ്ക്കാവുന്ന സന്ദേശം എന്ന് പറയുന്നത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു സന്ദേശമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് അത്തം മുതൽ നമ്മൾ ഓണാഘോഷങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രമണി രൂപേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഓമന സോദരൻ, ജോർജ് കൂറുംപുറം, ജയ്മോൾ രാജേഷ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു. കർഷകരെ യോഗത്തിൽ ആദരിച്ചു. അയ്യപ്പൻ കോവിൽ കമ്മ്യൂണിറ്റി ഹാളിലാണ് സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് സിറിയക് തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് N തമ്പി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വിജയമ്മ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഓമന സോദരൻ, ടോമി തോമസ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കർഷകരെ ആദരിച്ചു. സിറ്റി വിഷൻ ഉപ്പുതറ. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 2026-2030 ബാച്ചിലെ 1ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടന്നു. ഇടുക്കി എഞ്ചിനീയറിംഗ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടി ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 1ാം വർഷ BTech വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവമാണ് കോളേജ് സെമിനാർ ഹാളിൽ നടന്നത്. പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശിധരൻ അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നതിനൊപ്പം നാടിന്റെ സമഗ്ര വികസനത്തിൽ പങ്കാളികളാകാൻ പുതുതലമുറ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ റോയ് കെ പൗലോസ് പറഞ്ഞു. 4 വർഷത്തേക്കുള്ള ഒരു പുതിയ ടീം ഈ പുതിയ ബാച്ച് കടന്നു വരുമ്പോൾ എങ്ങനെയായിരിക്കണം അവരുടെ എല്ലാം മനസ്സിൽ എന്തെല്ലാം ചിന്തകളൊക്കെ ഞാനിങ്ങനെ അനുഭവിക്കുക. ഇല്ലാത്ത സ്ഥലമാണ് വന്നിരിക്കുന്ന കുട്ടികളൊക്കെ മത്സരങ്ങളിലല്ലേ അല്ലേ? കേരളത്തിൻ്റെ കേരളത്തിൽ പുറത്തായിരുന്നില്ലേ, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കുട്ടികൾ ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. UG ഡീൻ ഡോക്ടർ റീന നായർ മുഖ്യപ്രഭാഷണം നടത്തി. ആശംസയറിയിച്ച PTA വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ S, സ്റ്റുഡൻസ് അഫയേഴ്സ് ഡീൻ ഡോക്ടർ അജയ് ജെയിംസ്, അലുമിനി ഇന്റർനാഷണൽ അഫയേഴ്സ് ഡീൻ ഡോക്ടർ മഞ്ജു മാനുവൽ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,290 രൂപ, പവന് 1,14,320 രൂപ, വെള്ളി ഗ്രാമിന് 255 രൂപ. പ്രധാന വാർത്തകളിലൂടെ ഒരിക്കൽ കൂടി. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം. ഇത്തവണത്തെ ഓണക്കാലത്ത് ചെറുകിട ഏലം കർഷകർക്കും വ്യാപാരികൾക്കും സമ്മാനിക്കുന്നത് വറുതിയുടെ ഓണം.
കഞ്ചാവുമായി യുവാവ് കുമളി പോലീസിന്റെ പിടിയിൽ. കുമളി അട്ടപ്പള്ളം പഞ്ചവടി വെയിറ്റിംഗ് ഷെഡ് ഭാഗത്ത് കടയനാട്ട് വീട്ടിൽ ജസ്റ്റിൻ ജോസഫിനെയാണ് കുമളി പോലീസ് പിടികൂടിയത്. തൂക്കുപാലത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് പിന്നിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി ഒരാൾക്ക് പരിക്ക്. കൃഷി ഓഫീസറെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 9 മാസമായി കൃഷി ഓഫീസർ ഇല്ലാത്ത ഉപ്പുതറ കൃഷിഭവനിൽ കൃഷി ഓഫീസറെ നിയമിക്കണമെന്ന ആവശ്യം ശക്തം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.